ഹലോ എവരിവൺ ആൻഡ് വെൽക്കം ടു വീക്കെൻഡ് റിവ്യൂസ്. ഇന്ന് ഞാൻ റിവ്യൂ ചെയ്യാൻ പോകുന്നത് ഏറ്റവും പുതിയ ആക്ഷൻ കോമഡി സിനിമയായ നോവക്കെയിൻ ആണ്. ജാക്ക് വേഡും ആംബർ മിഡ്തണ്ടറുമാണ് ഈ സിനിമയിൽ പ്രധാന വേഷത്തിൽ വരുന്നത്. ജാക്ക് വേഡിനെ ഇപ്പോൾ മിക്കവർക്കും കണ്ട് പരിചയം കാണും. വളരെ പോപ്പുലർ ആയിട്ടുള്ള ദ ബോയ് സീരീസിലെ ഹ്യൂയി എന്ന ക്യാരക്ടർ ചെയ്യുന്നത് പുള്ളിയാണ്. അതുപോലെ തന്നെ ആംബറിനെയും കണ്ട് പരിചയം കാണും. പ്രിഡേറ്റർ സിനിമയായ പ്രേയിൽ പ്രിഡേറ്ററിനെ ഹണ്ട് ചെയ്യുന്ന ആ ഹണ്ടറായിട്ട് വരുന്നത് ആംബറാണ്. ഇനി ഇതിന്റെ പ്ലോട്ടിലേക്ക് വന്നാൽ, ജാക്ക് വേഡിന്റെ കഥാപാത്രമായ നേതൻ കെയ്ൻ കോൺജനന്റൽ ഇൻസെൻസിറ്റിവിറ്റി ടു പെയിൻ അല്ലെങ്കിൽ CIP എന്ന റെയർ ജെനറ്റിക് ഡിസോർഡർ ഉള്ള ഒരു വ്യക്തിയാണ്. ഈ ജെനറ്റിക് ഡിസോർഡർ ഉള്ളവരുടെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഫിസിക്കൽ പെയിൻ അറിയാൻ കഴിയില്ല എന്നാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും അതൊരു നല്ല കാര്യമല്ലേ, ഈ പെയിൻ അറിയാൻ കഴിയില്ലല്ലോ എന്നുള്ളത്. പക്ഷേ അങ്ങനെയല്ല. ഈ ഡിസോർഡർ ഉള്ളവർ ചെറുപ്പത്തിലെ മരിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട്. മാത്രമല്ല മറ്റ് ഇഞ്ചുറികളോ അല്ലെങ്കിൽ അസുഖങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയില്ല എന്നാണ്. സോ ഈ ഡിസോർഡർ ഉള്ളതുകൊണ്ട് തന്നെ വളർന്നു വന്നപ്പോൾ ഒരു ഇൻട്രോവേർട്ട് ആകുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ അയാൾ ഒരു ബാങ്കിൽ അസിസ്റ്റന്റ് മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അവിടെ വർക്ക് ചെയ്യുന്ന ഷെറി എന്ന പെൺകുട്ടിയുമായി അയാൾ അടുക്കുന്നു. തന്റെ സിറ്റുവേഷൻ മനസ്സിലാക്കുന്ന ഒരാളെ പരിചയപ്പെട്ട സന്തോഷത്തിലായിരുന്നു അയാൾ. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ആ ബാങ്കിൽ ഒരു മോഷണ ശ്രമം നടക്കുന്നു. ബാങ്ക് റോബറിക്ക് ശേഷം ആ ക്രിമിനൽസ് ഷെറിയെ ഹോസ്റ്റേജ് ആക്കി കിഡ്നാപ്പ് ചെയ്ത ശേഷം അവിടുന്ന് രക്ഷപ്പെടുന്നു. ഷെറിയെ രക്ഷിക്കാനായി ഒന്നും നോക്കാതെ അവരുടെ പുറകെ നേതനും പോകുന്നു. ഷെറിയെ കൊല്ലുന്നതിന് മുമ്പ് ആ ക്രിമിനൽസിനെ കണ്ടെത്താനും അവരെ കണ്ടെത്താനുള്ള ക്ലൂസ് തേടി പലയിടത്തും നേതൻ എത്തുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളുമാണ് പിന്നീട് കഥ മുൻപോട്ട് കൊണ്ടുപോകുന്നത്. ഇനി ഇതിന്റെ പോസിറ്റീവ്സിലേക്ക് വന്നാൽ, ഈ സിനിമയുടെ തീമും അത് കഥയിൽ യൂസ് ചെയ്ത രീതിയുമാണ് ഇതിനെ നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആക്കുന്നത്. വയലൻസിനും നല്ലപോലെ പ്രാധാന്യം ഇവിടെ കൊടുക്കുന്നുണ്ട്. ആ കാര്യത്തിൽ ഒരു പുറകോട്ട് പോയിട്ടില്ല. ആക്ഷൻ കോമഡിക്ക് പറ്റിയ സിറ്റുവേഷൻസ് കഥയിൽ നാച്ചുറലായിട്ട് ഉള്ളതുകൊണ്ട് ഇതിലെ കോമഡി സീൻസ് എല്ലാം നന്നായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. ഈ വേദന അറിയാൻ കഴിയാത്ത ഹീറോയിനെ ഒരു വില്ലൻ ടോർച്ചർ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ വേദന ഉള്ള പോലെ പുള്ളി അഭിനയിക്കുന്ന ഒരു സീക്വൻസ് ഒക്കെ ഉണ്ട്. അതൊക്കെ ഭയങ്കര രസമായിട്ട് അതിനകത്ത് ചെയ്തിട്ടുണ്ട്. ഈ ജാക്ക് വേഡിന് ഒരു സൂപ്പർ സ്റ്റാർ ലുക്കോ അല്ലെങ്കിൽ ഫിസിക്കോ ഒന്നും ഇല്ലെങ്കിലും അയാളുടെ ആ ഒരു പെർഫോമൻസിൽ ആ ഒരു ചാമുണ്ട്. ബോയ് സീരീസിലെ പോലെ തന്നെ ഇവിടെയും അല്പം ഓക്കോർഡായിട്ടുള്ള ക്യാരക്ടറാണ് പുള്ളിയുടേത്. അത് നന്നായിട്ട് ഇവിടെ ചെയ്യാൻ കഴിഞ്ഞിട്ടുമുണ്ട്. എന്നാൽ ആക്ഷൻ സീൻസിലെല്ലാം നന്നായിട്ട് പുള്ളിക്കാരൻ പെർഫോം ചെയ്തിട്ടുമുണ്ട്. അതുപോലെ തന്നെ പടത്തിലെ 2 ക്ലൈമാക്സ് ഉള്ള പോലെ നമുക്ക് ഫീൽ ചെയ്യും. സോ ആ ഒരു ആന്റി ക്ലൈമാറ്റിക് ഫീല്, ആ ഒരു ടെൻഷൻ ബിൽഡ് ചെയ്യുന്നുണ്ട്. മെയിൻ റോളിൽ വന്ന 2 പേരുടെയും കെമിസ്ട്രി നല്ലതായിരുന്നു. ആംബറിന് അധികം റോള് കാണില്ല എന്നാണ് ആദ്യം ഞാൻ വിചാരിച്ചത്. എന്നാൽ ക്ലൈമാക്സ് ആകുമ്പോഴേക്കും പുള്ളിക്കാരിക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാനുള്ള ഒരു സ്പേസ് ഇവിടെ ഉണ്ട്. ആദ്യം കുറച്ച് സ്ലോ ആയിട്ട് ഫീൽ ചെയ്യുമെങ്കിലും മെയിൻ പ്ലോട്ടിലേക്ക് കടക്കുമ്പോൾ ആവശ്യത്തിനുള്ള ആക്ഷൻ സീൻസും നല്ല ഇന്റർവെൽസിൽ ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് ഈ സിനിമയിൽ ഇഷ്ടപ്പെട്ടൊരു കാര്യം, ഇവിടെ ഇതൊരു ജെനറ്റിക് ഡിസോർഡർ ആണെങ്കിലും ഈ ക്യാരക്ടറിന്റെ ഒരു സൂപ്പർ പവർ ആയിട്ട് ആൾക്കാർ പറയുന്ന പോലെയാണ് കാണിച്ചിരിക്കുന്നത്. സോ അത് നല്ലൊരു മെസ്സേജ് ആയിട്ട് എനിക്ക് തോന്നി. കാരണം ഡിസബിലിറ്റി ഉള്ളവർ മാറ്റി നിർത്തപ്പെടേണ്ടവരല്ല എന്നുള്ള ആ ഒരു മെസ്സേജ് ഇവിടെ തരുന്നുണ്ട്. ഇനി നെഗറ്റീവ്സിലേക്ക് വന്നാൽ, ലോജിക്കലായിട്ടുള്ള കുറച്ച് മിസ്റ്റേക്സ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് നമുക്ക് കാണുമ്പോൾ ഫീൽ ചെയ്തേക്കാം. പക്ഷെ പടം കാണുന്നതിൻ്റെ ആ ഒരു എൻജോയ്മെന്റിനെ അത് അഫക്റ്റ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ വളരെ പ്രിഡിക്റ്റബിൾ ആയിട്ടൊരു ട്വിസ്റ്റ് ആണ് സിനിമയിലുള്ളത്. അത് പക്ഷേ ഒരുപാട് ഓവർ ആക്കാതെ പ്രസന്റ് ചെയ്തിട്ടുമുണ്ട്. ഇതിലെ വില്ലന്മാരും കുറച്ചുകൂടെ ബെറ്റർ ആക്കായിരുന്നു എന്ന് തോന്നി. ചെറിയ ബഡ്ജറ്റ് വരുന്ന സിനിമയായതുകൊണ്ട് തന്നെ സപ്പോർട്ടിംഗ് ക്യാരക്ടേഴ്സ് എല്ലാം അധികം അറിയാത്തവരാണ്. അതുകൊണ്ടാവാം. സോ ഓവറാൾ പറഞ്ഞാൽ ഒരു ഫാസ്റ്റ് പേസ്ഡ് ആയിട്ടുള്ള കോമഡി ആക്ഷൻ പടം തന്നെയാണ് നോവക്കെയിൻ. നല്ലൊരു തീമും അത് നന്നായിട്ട് പെർഫോം ചെയ്ത് ഫലിപ്പിക്കാൻ കഴിഞ്ഞതുകൊണ്ടും ഭയങ്കര രസമുള്ളൊരു സിനിമയായിട്ട് മാറുന്നുണ്ട്. ഡെഫിനറ്റ്ലി ഞാൻ റെക്കമെൻഡ് ചെയ്യും, ഒരു തവണ കാണാനുള്ളതുകൊണ്ട്. സോ ഇതാണ് എൻ്റെ റിവ്യൂ ഓഫ് നോവക്കെയിൻ. നിങ്ങൾ ഈ സിനിമ കണ്ടെങ്കിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് താഴെ കമന്റ്സിൽ അറിയിക്കുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ ദയവായി ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു വീക്കെൻഡ് റിവ്യൂസ്. അടുത്ത തവണ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.